ഓണച്ചിത്രങ്ങൾ. ഓണം എന്ന് കേട്ട് കഴിഞ്ഞാൽ മലയാള സിനിമയുമായിട്ട് ബന്ധം, സിനിമാ പ്രേമികളാണെങ്കിൽ നമ്മൾ ചിത്രങ്ങളുമായിട്ട് സിനിമയുമായിട്ട് കാണാൻ വേണ്ടി ഭയങ്കര താല്പര്യമുള്ളതാണ്. ഞങ്ങൾ കൊച്ചിലെ തൊട്ട് പണ്ട് തൊട്ടേ നമുക്കൊരു താല്പര്യമുണ്ട്. സിനിമ സമയത്ത് അന്ന് വെക്കേഷനാണ്, സ്കൂളൊന്നും അടയ്ക്കുന്ന സമയം. അപ്പോഴത്തേനും സിനിമ വരിക, അതെങ്ങനെയെങ്കിലും പോയി കാണുക, ആദ്യത്തെ ഷോ തന്നെ കാണുക എന്ന് പറഞ്ഞാൽ ഭയങ്കര. പിന്നെ ഓണത്തിന് നിർബന്ധമായിട്ടുള്ളതാണ്, കണ്ടതാണെങ്കിൽ പിന്നും കാണും. അത് പണ്ട് തൊട്ടൊരു ശീലം. ഊണൊക്കെ കഴിഞ്ഞ് നേരത്തെ ഊണ് കഴിച്ചതിന് ശേഷം നമ്മൾ കൂട്ടുകാരെല്ലാം കൂടെ കയറി ഒരു സിനിമ കാണുക. അത് ബ്ലാക്കിലോ എങ്ങനെയെങ്കിലും ടിക്കറ്റ് എടുത്ത് കണ്ടിരിക്കും. അതായിരുന്നു ഞാൻ ഈ ഉത്രാടത്തിൻ്റെ തലേ ദിവസം അന്ന് എനിക്കൊന്നും ലാലേട്ടൻ്റെ ഇന്ദ്രജാലം, അത് ഒരു തിയേറ്ററിൽ പോയി കഴിഞ്ഞിട്ട് ടിക്കറ്റ് കിട്ടിയില്ല. രാവിലെ പോയതാണ്, രാവിലെയും കിട്ടിയില്ല, ഉച്ചയ്ക്കും കിട്ടിയില്ല. പിന്നെ പഷോയും കൂടെ പോയി കണ്ട്, അന്ന് പഷോയാണ് മോണിഷോ മാറ്റിനി പഷോ കണ്ടു കഴിഞ്ഞ് രാത്രി ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഊണൊക്കെ കഴിഞ്ഞ് പിറ്റേന്ന് തിരുവോണം ആ അവസ്ഥയിലായിട്ടൊക്കെ പോയിട്ടുണ്ട്. വീട്ടുകാരെ ചീത്തവിളിയും ബഹളവും, അതൊരു കാലമായിരുന്നു. ഇപ്പം അതിനെപ്പറ്റി ഓർക്കുമ്പോൾ ഭയങ്കര എന്താ പറയുന്നത്, ഒരു സന്തോഷമാണ് ഇപ്പം വരുന്നത്. ഇന്നത്തെ കാലത്ത് പിള്ളേർക്ക് കിട്ടാത്തൊരു ആനന്ദം. അങ്ങനെ ആരും പോകത്തുമില്ലെന്ന് തോന്നുന്നു. ടിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ പോരും, അല്ലെങ്കിൽ ഓൺലൈനിൽ നമ്മൾ ടിക്കറ്റ് എടുക്കുമല്ലോ. മറ്റേത് അതല്ല, തിയേറ്ററിൽ പോയിരുന്ന് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്ത്. അതുപോലെ കാശൊക്കെ അന്നത്തെ സിനിമ കാണാൻ വേണ്ടി കാശൊക്കെ കളക്ട് ചെയ്യുന്നത് തന്നെ ഭയങ്കര ഇതാണ്. എങ്ങനെയെങ്കിലുമൊക്കെ കാശ് ഒപ്പിക്കുക ചെയ്യുന്നത്. അതൊരു കാലം. ആ കാലത്തിലേക്ക് പോലെ പുതിയ കാലത്തിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ പറയുന്നത്. 3-4 സിനിമകൾ റിലീഫായത് ARM അജയൻ്റെ 2ാം വർഷമാണ്. അതുപോലെ കിഷ്കിന്ധകാണ്ഡം ഞാൻ പറഞ്ഞു. ഞാൻ അതിൻ്റെ റിവ്യൂ ചെയ്ത് ഈ ടൊവിനോയുടെ ചിത്രത്തിൻ്റെ റിവ്യൂ ഞാൻ ചെയ്തില്ല. സത്യം പറയട്ടെ, എനിക്ക് ആ പടം അത്രമേൽ ഇഷ്ടപ്പെട്ടില്ല. പിന്നെ അതുകൊണ്ടാണ് നമ്മൾ ചെയ്യാതെ. അതിനകത്തെ കള്ളൻ കഥാപാത്രം എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ആ കഥാപാത്രം എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. പക്ഷെ ബാക്കിയുള്ളതൊന്നും എനിക്ക് അങ്ങോട്ട് രസിച്ചില്ല. അതാണ് ഞാൻ പ്രത്യേകിച്ച് റിവ്യൂ, നമ്മളെ ചുമ്മാ ആവശ്യമില്ലാതെ നല്ലത് പറയും, പോസിറ്റീവ് പറയുന്നതല്ല എപ്പോഴും നല്ലത്. പിന്നെ നമ്മളുടെ റിവ്യൂ ആണെങ്കിൽ 10 പേര് കണ്ട് ആ സിനിമയ്ക്കൊരു നെഗറ്റീവ് പബ്ലിസിറ്റി കിട്ടിയാൽ അത് ഒഴിവാക്കുക എന്നുള്ളതാണ് ഞാൻ ചെയ്തത്. പിന്നെ കിഷ്കിന്ധകാണ്ഡം അത് ഞാൻ നന്നായി ഇഷ്ടപ്പെട്ടു. എനിക്ക് ഓണച്ചിത്രങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ചിത്രം കിഷ്കിന്ധകാണ്ഡം തന്നെ. പിന്നെ ബാഡ് ബോയ്സ് ഞാൻ പറഞ്ഞു, അത് ഭയങ്കര അവകാശവാദങ്ങളൊന്നുമില്ല, ഒരു പൊട്ടിച്ചിരിക്കാനുള്ള, നമുക്ക് ഈ ഫെസ്റ്റിവൽ മൂഡിലിരുന്ന് കാണാൻ പറ്റിയ കുട്ടികളും കുടുംബങ്ങളും എല്ലാവരും കൂടെ, അത് ലോജിക്കൊന്നും ഇല്ലാതെ പൊട്ടിച്ചിരിക്കാൻ പറ്റിയൊരു ചിത്രമായിട്ടാണ് നാം പറഞ്ഞിരിക്കുന്നത്. അത് തന്നെയാണ് ഇപ്പോഴും എൻ്റെ അഭിപ്രായം. അതിന് യാതൊരുവിധ മാറ്റമില്ല. പിന്നെ കൊണ്ടൽ എന്ന് പറയുന്ന സണ്ണി വർഗീസ് അല്ലേ, പെപ്പയുടെ സിനിമ, ഞാൻ ആ പടം കണ്ടിട്ടില്ല. അപ്പം പൊതുവെ ഈ 4 ചിത്രങ്ങളിൽ പ്രമുഖരായിട്ട് ഇറങ്ങിയിരിക്കുന്ന 4 ചിത്രങ്ങളിൽ ആദ്യ സമയത്ത് ARM ടൊവിനോയുടെ ചിത്രമായിരുന്നു മുൻപന്തി നിന്നിട്ട്. ടൊവിനോയുടെ ചിത്രം എനിക്കൊന്ന് 3-4 ദിവസം കൊണ്ട് തന്നെ 50 കോടി, ഈ ആഴ്ച കൊണ്ട് 50 കോടി തകർക്കും എന്നാണ് അറിയുന്നത്. 50 കോടി കളക്ഷൻ നേടും. അതൊക്കെ ഭയങ്കര കാര്യമില്ലല്ലേ. പ്രത്യേകിച്ച് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം മലയാള സിനിമയിൽ ഉണ്ടാകുന്ന ചില മാറ്റങ്ങൾക്ക് എതിരായിട്ട് നീങ്ങുന്ന ഒരു സമയത്ത് ടൊവിനെ പോലുള്ളവരൊക്കെ ചിത്രങ്ങൾ ഇറക്കി അത് വിജയത്തിലേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ഭയങ്കര കാര്യം തന്നെ. അപ്പം ARM അത് ഇപ്പം 30 കോടി രൂപകളും 3-4 ദിവസം കൊണ്ട് കളക്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ പറ്റുന്നത്. അപ്പോൾ പക്ഷേ അതിൻ്റെ കോടികളുടെ ചിലവ് ഇച്ചിരി കൂടുതലാണ്. 40 കോടിക്കടുത്ത് ചിലവാക്കിയൊരു ചിത്രമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 100 കോടിയെങ്കിലും കിട്ടിയാൽ ആ പടം ഒരു വിജയത്തിലെത്തി എന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലേ. ഒരു 80 കോടി എന്നെങ്കിലും കിട്ടണം, മുടക്കിയതിൻ്റെ ഇരട്ടിയെങ്കിലും കിട്ടിയാൽ മാത്രമേ ഒരു പടം വിജയത്തിലെത്തി എന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അത് കിട്ടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്നാലും ഈ ആഴ്ച 50 കോടി ഈ ലെവലിൽ പോവുകയാണെങ്കിൽ തകർക്കുമെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ എനിക്ക് പ്രതീക്ഷയുള്ള ഒരു ചിത്രമായിരുന്നു കിഷ്കിന്ധകാണ്ഡം. പക്ഷേ ഞാൻ ആദ്യത്തെ റിവ്യൂ ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ കളക്ഷനൊക്കെ വളരെ കുറവായിരുന്നു. എനിക്ക് തോന്നുന്നു എല്ലാവരും പോസിറ്റീവായൊരു അഭിപ്രായം പറഞ്ഞ, ഇപ്പം ടൊവിനോയുടെ ചിത്രമാണെങ്കിലും 2 അഭിപ്രായം ഉണ്ടായിരുന്നു. പക്ഷേ കിഷ്കിന്ധകാണ്ഡത്തിന് ഒരേ അഭിപ്രായമാണ് എല്ലാ റിവ്യൂസും എല്ലാം കണ്ടവരും എല്ലാം പറഞ്ഞത്.
പ്രത്യേകിച്ച് ലോക സിനിമയുടെ മുന്നിൽ പ്രദർശിക്കാൻ പറ്റിയ ചിത്രം, ഒരു പ്രത്യേക മൂഡിൽ നമുക്ക് കാണാൻ പറ്റിയ ചിത്രം. അപ്പോൾ അതുകൊണ്ട് ഈ കിഷ്കിന്ധാകാന്ഡം ഞാൻ അന്നും പറഞ്ഞിരുന്നു, അതായിരിക്കും ബമ്പർ ഹിറ്റിലേക്ക് മാറുന്നത്. അതിൻ്റെ ഒരു സൂചനകൾ ഇപ്പം കിട്ടുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ വളരെ സന്തോഷമായി. കാരണം വെറും 5 കോടി 6 കോടി റേഞ്ച് മാത്രം മുടക്കിയ ഒരു ചിത്രം ഇപ്പം തന്നെ ആ മുടക്ക് മുതൽ തിരിച്ചു പിടിച്ചിരിക്കുന്ന അവസ്ഥയിൽ ഒരു 6 കോടിയൊക്കെ ഇപ്പം നേടിയിട്ടുണ്ട്. 6-7 കോടിയോളം ഇപ്പം ഈ നിമിഷം വരെ നേടിയിട്ടുണ്ട് എന്നാണ് നമുക്കറിയേണ്ടത്. അപ്പം ഇന്നത്തെയൊക്കെ അഡ്വാൻസ് ബുക്കിംഗ് ഒക്കെ ഇന്നത്തെ നാളത്തേക്ക് നമ്മൾ നോക്കിക്കഴിയുമ്പോൾ ടൊവിനോയുടെ ചിത്രത്തിന് ARM ആ ചിത്രത്തിനേക്കാളും മുൻപന്തിയിൽ ഇതിൻ്റെ എന്താ പറയുന്നത് ബുക്കിംഗ് ഒക്കെ മാറിയിട്ടുണ്ട് എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ്. കാര്യം ആസിഫ് അലിയെ പോലുള്ള ഒരു നായകൻ്റെ വലിയ മുടക്കം മുതലില്ലാത്തൊരു ചിത്രം വിജയത്തിലേക്ക് പോകുന്നു. എനിക്ക് തോന്നുന്നു ആസിഫ് അലിയുടെ കരിയറിലെ ഏറ്റവും ബെസ്റ്റ് ചിത്രമായി, കളക്ഷനിലെ ഏറ്റവും ബെസ്റ്റ് ചിത്രവും ഇത് തന്നെ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കാര്യം 50 കോടി നിസ്സാരമായിട്ട് തകർക്കും എന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ ഒരു തോന്നലാണ്. ഏകദേശം അത് വിജയത്തിലേക്ക് വരും. ഇപ്പം തന്നെ സൂപ്പർ ഹിറ്റിലേക്ക് നീങ്ങിയ ഓണചിത്രങ്ങളിൽ ഒന്നാണിത്. ഞാൻ പറഞ്ഞില്ലേ ARM എന്ന് പറയുന്ന ചിത്രം ഇത് വൻ വിജയം എന്ന് പ്രവചിക്കുന്നുണ്ടെങ്കിലും അതൊരു വൻ വിജയമായിട്ട് നമുക്ക് കരുതാൻ വയ്യ. കാരണം ഇതിൻ്റെ മുടക്കുമുതൽ വളരെ കൂടുതലാണ്. അതിൻ്റെ മുടക്കുമുതൽ അത് പക്ഷേ ഈ കിഷ്കിന്ധാകാന്ഡം എന്ന് പറയുന്ന ചിത്രം ഏതായാലും മുടക്കുമുതൽ തിരിച്ചു പിടിച്ചു. അത് സൂപ്പർ ഹിറ്റിലേക്ക് നീങ്ങുന്നു എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പിന്നെ നമ്മൾ കണ്ട ചിത്രം ബാഡ് ബോയ്സിൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞിരുന്നു. പക്ഷെ അതും എനിക്ക് പറയാനുള്ളത് ഇത് തന്നെയാണ്. ഏകദേശം 2 കോടി രൂപ 2 കോടി 1.5 കോടി രൂപ മുടക്കിൽ ഒരു ചിത്രമാണ്. എനിക്ക് തോന്നുന്നു അതും മുടക്ക് മുതൽ തിരിച്ചു പിടിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പം തന്നെ 1 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്യാൻ ആ ചിത്രത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഭയങ്കര ലോകത്തൊരു സിനിമയൊന്നുമല്ല, സാധാരണക്കാർക്ക് ഫെസ്റ്റിവൽ മൂഡിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കാവുന്ന ചിത്രം, കുട്ടികൾക്കൊക്കെ ഇരുന്ന് ചിരിക്കാനും ഒക്കെയുള്ള ഒരു ചിത്രമാണ്. ഫെസ്റ്റിവലാകുമ്പോൾ നമുക്ക് ചിരിക്കുക എന്നുള്ളത്, പോസിറ്റീവ് മെൻറ്റാലിറ്റി നമ്മൾ കാണുമ്പോൾ ചിരിക്കുക എന്നുള്ളതാണ്. ആ രീതിയിലുള്ള ചിത്രം തന്നെയാണ് ഈ ബാഡ് ബോയ്സ് എന്ന് പറയുന്ന ചിത്രം. അതുകൊണ്ട് അതും മുടക്ക് മുതൽ തിരിച്ചു കിട്ടും എന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നത്. പിന്നെ കൊണ്ടൽ അതും മുടക്ക് മുതൽ ഇച്ചിരി കൂടിയ ചിത്രമാണ്. അതും ഏകദേശം 1.5 കോടി 2 കോടിക്ക് അടുത്ത് ഇപ്പം കളക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഓണസമയമാണ്, ഇനി ഒരാഴ്ച പ്രത്യേകിച്ച് സ്കൂളുകളൊന്നുമില്ല, അവധി മൂഡിലാണ്. അതുകൊണ്ട് അപ്പോഴത്തേന് ആ ചിത്രവും കളക്ട് ചെയ്യും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. എല്ലാ 4 ചിത്രങ്ങളും മുടക്കിയ മുതൽ തിരിച്ചു പിടിക്കട്ടെ എന്ന് തന്നെ. ഓരോ നിർമ്മാതാവിനും നഷ്ടം ഉണ്ടാകാൻ പാടില്ല എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അങ്ങനെ നഷ്ടമാകാതെ ഒരു ഓണ സീസൺ ആയിരിക്കട്ടെ. ഓണം എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയൊക്കെ ആയിട്ട് നാടുകളായിട്ടാണ് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. അങ്ങനെയൊന്നും അല്ലെങ്കിലും നമുക്ക് തോന്നല്ല, നമ്മളെല്ലാവരും ആശംസിക്കുന്നത് അങ്ങനെയാണ് അല്ലേ, എല്ലാവരും സന്തോഷമായിട്ടിരിക്കട്ടെ. പക്ഷേ അപ്പോൾ നിർമ്മാതാക്കൾക്കും കാശ് നഷ്ടപ്പെട്ടത്. പ്രത്യേകിച്ച് സിനിമ എന്ന് പറയുന്നൊരു വ്യവസായം ഒരു പ്രത്യേക ഘട്ടത്തിലൂടെ കടന്നു പോകുന്നൊരു സമയമാണിത്. കാരണം പല പ്രശ്നങ്ങൾ കൊണ്ട് സങ്കീർണമായൊരു സമയത്ത് ഇതിലെ മുടക്കിയവനെ കാശും കൂടെ തിരിച്ചു കിട്ടിയില്ലെങ്കിൽ ഈ വ്യവസായം തന്നെ തകർന്നു പോകും. ഏകദേശം 10-15,000 ആളുകൾ ജോലി ചെയ്യുന്നൊരു മേഖല തന്നെ, അതിൽ കൂടുതലുണ്ടെങ്കിലേ ഉള്ളൂ. അപ്പം ആ മേഖല ഒരിക്കലും തകർന്നു പോകാൻ ഇടയാകാതിരിക്കട്ടെ. പുതിയ സിനിമകൾ വരട്ടെ. ഏതായാലും ഓണച്ചിത്രങ്ങളിലെ വിന്നർ എൻ്റെ അഭിപ്രായത്തിൽ കിഷ്കിന്ധാകാന്ഡം തന്നെയാണ്. കുറച്ച് മുടക്ക് മുതലിൽ നല്ലൊരു ചിത്രം നമുക്ക് തന്നു. അതുപോലെ തന്നെ ആ മുടക്കിയതിൻ്റെ 10 ഇരട്ടിയോളം തിരിച്ചു പിടിക്കാനും കെൽപ്പുള്ള ഒരു ചിത്രം തന്നെയാണ് കിഷ്കിന്ധാകാന്ഡം. ആസിഫ് അലിക്ക് എന്തുകൊണ്ട് അഭിമാനിക്കും കേട്ടോ. വലിയ മുടക്ക് മുതലൊന്നും ഇല്ലെങ്കിലും തിരിച്ചു, പിന്നെ ബാക്കിയുള്ള ചിത്രങ്ങളും മുടക്ക് മുതൽ തിരിച്ചു പിടിക്കട്ടെ എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഇത് എൻ്റെ മാത്രം അഭിപ്രായമാണ്. നിങ്ങളെല്ലാവരും ഈ ചിത്രങ്ങളെല്ലാം കണ്ടിട്ട് എല്ലാവർക്കും ഒരുപക്ഷെ നമ്മുടെ അഭിപ്രായം ആയിരിക്കണമെന്നില്ല. അതുകൊണ്ട് എൻ്റെ മാത്രം അഭിപ്രായമാണ് കിഷ്കിന്ധാകാന്ഡമാണ് നമ്പർ 1 ചിത്രം ഇൻ ഓണം റിലീസ്. ഓക്കെ, മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്താം. ഓക്കെ, ബൈ.